Hello and welcome back to Queen's Nook. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് അല്ല, മേക്കപ്പുമായിട്ട് റിലേറ്റഡ് ആണ്. മേക്കപ്പ് ആസ് യൂഷ്വൽ പെണ്ണുങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. പെണ്ണുങ്ങളായിട്ടും ആണുങ്ങളായിട്ടും റിലേറ്റഡ് ആണ്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം മേക്കപ്പ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യാത്തവർ പോലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഐലൈനേഴ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു സെറ്റ് ഓഫ് ഐലൈനേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലാക്മെയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ലാക്മെ ഇൻസ്റ്റ ഐലൈനർ, വെരി അഫോർഡബിൾ. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ പെട്ടിക്കടകളിൽ വരെ കിട്ടുന്ന ഐലൈനർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കുഞ്ഞു ബ്രഷാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആവത്തില്ല. അത് ചിലപ്പോൾ അതൊരു പോസിറ്റീവായിട്ടും ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടും വരും. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവാത്ത കാരണം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഹുഡഡ് ഐസ് ഉള്ളവരൊക്കെ വരച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം അങ്ങോട്ട് പറ്റും. അപ്പോൾ കുറച്ച് പെട്ടെന്ന് ഡ്രൈ ചെയ്യുന്നതാണെങ്കിൽ ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് ഉണങ്ങുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇത്. അല്ലെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതാണ്, പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. ഒരു 2-3 hours ഒക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ട് ഫേഡ് ആയിട്ടൊക്കെ തുടങ്ങും. എന്നാലും അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൈനറാണിത്, ലാക്മെയുടെ ഐലൈനർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേ ക്വർക്കിയുടെ ഐലൈനർ ആണ്. ഇത് പർപ്പിളുകാരുടെ ഐലൈനർ ആണ് ആക്ച്വലി. സ്റ്റേ ക്വർക്കി അവരാണെന്ന് തോന്നി, സ്റ്റേ ക്വർക്കി ബ്രാൻഡും എല്ലാം അവരുടെ തന്നെയാണ്. ഇതും ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഭയങ്കര ഓസം ഐലൈനർ ആണ്. എന്താ ഞാൻ ഇത് പറയാനെന്ന് വെച്ചാൽ ഇത് മാറ്റാണ് ഐലൈനർ, മാറ്റ് ഐലൈനർ ആണ്. പെട്ടെന്ന് ഡ്രൈ ആവില്ല, എന്നാൽ ഇച്ചിരി വർക്കിംഗ് ടൈം ഉണ്ട്. ഈ ലാക്മെയുടെ പറഞ്ഞ പോലെ കുറച്ച് നേരത്തിനകം ഡ്രൈ ആവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിക്കുന്ന ആ പ്രശ്നം ഈ സ്റ്റേ ക്വർക്കി ഐലൈനറിനില്ല. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ രാവിലെ വരച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അത് നന്നായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഈ തുടയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഐലൈനർ ഇരിക്കും. ഇതിൻ്റെ ബ്രഷ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നീളമുണ്ട് അതിൻ്റെ ബ്രഷിന്. പിന്നെ അതിൻ്റെ ആ ക്യാപ്പും ഒക്കെ നല്ല ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു അടിപൊളി ഐലൈനർ ആണ്. മാറ്റ് ഫിനിഷ്, വെരി അഫോർഡബിൾ, നല്ല ഐലൈനർ, സ്റ്റേ ക്വർക്കിയുടെ ഐലൈനർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എൻ്റെ വേറൊരു കിടിലം ഫേവററ്റ് എന്ന് പറയുന്നത് മേബിലിൻ കൊളോസൽ ഐലൈനർ ആണ് കേട്ടോ. ഇത് റീസെന്റ് ലോഞ്ച് ആണെന്ന് തോന്നുന്നു, അധികം പഴയതല്ല. ഈ ഐലൈനർ മാറ്റ് ഫിനിഷ് തന്നെയാണ്. മാറ്റ് ആണോ ഗ്ലോസ്? മാറ്റ് ഫിനിഷ് തന്നെയാണ്. ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. മാറ്റ് ഫിനിഷ് തന്നെയാണ്, ഈസി ടു വർക്ക് ആണ്. നല്ല ബ്രഷാണ് ഇതിൻ്റെ അത്യം, നല്ല ഫ്ലെക്സിബിൾ. എന്നാൽ ഒത്തിരി അങ്ങ് ഇങ്ങനെ ചില ബ്രഷ് ഇങ്ങനെയാണെന്ന് പോലും അങ്ങനെയൊന്നും അല്ല, നല്ല ബ്രഷാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐലൈനർ ആണ് കേട്ടോ ഇത്, അടിപൊളി ഐലൈനർ. അടുത്തത് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ഐലൈനേഴ്സിൽ ഒരെണ്ണമാണിത്, ഷുഗറിൻ്റെ ഐലൈനർ. ഷുഗറിൻ്റെ ഗ്ലോസ് ബോസ് 24 hour ഐലൈനർ, ബാക്ക് ഇൻ ബ്ലാക്ക്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഐലൈനർ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്ലോസി ഐലൈനേഴ്സ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കേട്ടോ. അതിന് മുമ്പ് എനിക്ക് ഗ്ലോസി ഐലൈനേഴ്സ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഷുഗറിൻ്റെ ഐലൈനർ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അടിപൊളി ഐലൈനർ ആണ് കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, ഗ്ലോസി ഫിനിഷ് ആണ്, പെട്ടെന്ന് ഡ്രൈ ആവും, വർക്കിംഗ് ടൈം ഉണ്ട്. ടിപ്പ് കുറച്ച് മറ്റേ ഇച്ചിരി കട്ടിയുള്ള ടിപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെയാണ്. പക്ഷെ നല്ല പോയിന്റിയ ടിപ്പ് ആയത് കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ കോർണേഴ്സും വിങ്ങും ഒക്കെ വരയ്ക്കാൻ നല്ല ഫൈൻ ലൈനായിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി പ്രൈസിയാണ് മറ്റേതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ഞാൻ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ഫേമസ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പുള്ളിക്കാർ പറഞ്ഞത് ബ്രൈറ്റ്സിന് വരെ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ശരിയാണ് കേട്ടോ, കാരണം അനങ്ങില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു അനക്കവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ഐലൈനറാണ് ശരിക്കും ഈ ഷുഗറിൻ്റെ ഗ്ലോസ് ബോസ് എന്ന് പറയുന്ന ഐലൈനർ കേട്ടോ. അടിപൊളി ഐലൈനറാണ്, സൂപ്പർ. നെക്സ്റ്റ് വൺ നൈക്കയുടെ ഐലൈനർ ആണ്. നൈക്കയുടെ ഐലൈനർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര തിൻ ബ്രഷാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമുക്ക് കുറച്ചൊരു തിക്ക് ലൈൻ വരയ്ക്കാനാണെങ്കിൽ കുറച്ച് വലുതായിട്ട് കുറച്ച് നേരം നമുക്ക് എടുക്കും ഇത് വരയ്ക്കാനായിട്ട്. പക്ഷേ ഈ തിന്നായിട്ട് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ്, പക്ഷെ എൻ്റെ ടോപ്പ് ഫേവററ്റ് ഒന്നും അല്ല. പക്ഷെ കുഴപ്പമില്ലാത്തൊരു ഐലൈനറാണ് കേട്ടോ.
നൈക്കയുടെ ഐലൈനർ. പിന്നെ പാക്കിന്റെ ഐലൈനർ ഇത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്മാർട്ട് ടിപ്പ് ഐലൈനർ. ഇതും മറ്റേ ഇതിന്റെ പോലത്തെ സെയിം ടിപ്പ് തന്നെയാണ്, നമ്മുടെ ഷുഗറിന്റെ പോലത്തെ ഇച്ചിരി തിക്കായിട്ടുള്ള ടിപ്പ് ഉണ്ടല്ലോ, പക്ഷെ നല്ല പോയിന്റഡ് ആണ്, അങ്ങനെയൊക്കെ വരയ്ക്കാൻ നല്ലതാണ്. പക്ഷേ ഈ ഐലൈനർ ഒട്ടും പക്ഷെ ഒട്ടും പിഗ്മെന്റഡ് അല്ല എന്നല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ച പോലത്തെ ചില ഐലൈനേഴ്സ് അങ്ങനെയാണ്, അത് അത്ര പിഗ്മെന്റഡ് അല്ല. പക്ഷെ ചിലവർക്ക് അത്ര പിഗ്മെന്റഡ് അല്ലാത്തത് ഐലൈനേഴ്സ് ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ പാക്കിന്റെ ഐലൈനർ. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കിത് അത്ര ഇഷ്ടമൊന്നുമല്ല, അത്ര പിഗ്മെന്റഡ് ഒന്നും അല്ലാത്ത കാരണം ഇഷ്ടമല്ല. അതിനേക്കാളും ഈ പൈസയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ അടിപൊളി ഐലൈനേഴ്സ് വേറെ കിട്ടും ശരിക്കും. പാക്കിന്റെ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷേ ഈ ഐലൈനർ എന്താണോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കുറെ നാളായിട്ട് എൻ്റെ റെഗുലർ ഫേവറേറ്റ് ആയിരുന്ന ഒരു സാധനമാണ് ഈ ലാക്മെ 95 ഐലൈനർ. പക്ഷേ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഈ ലാക്മെ പ്രോഡക്ട്സിന്റെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത് സംഭവം ശരിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇത് വാങ്ങിച്ച് ഭയങ്കര ഫാനായിട്ട് ഞാൻ രണ്ടാമത് അത് മേടിച്ചപ്പോൾ കാണാം അതത്ര പിഗ്മെന്റഡ് അല്ല, അതിന്റെ ബ്രഷിന് എന്തോ കുഴപ്പം, അതിന്റെ ബ്രഷിന് അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതിന്റെ ഡിഫക്റ്റ് ആയിരുന്നോ എന്ന് അറിയത്തില്ല. അതിന്റെ ബ്രഷിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ നിൽക്കും, അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പം എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഒരെണ്ണം മാത്രം മേളിക്കൂടെ എങ്ങനെ പോകും, അപ്പൊ കൊക്കറ്റ വല്ല വരച്ച് വെക്കണം ഇങ്ങനെയാണെങ്കിൽ ഒക്കെ പറ്റും. പക്ഷെ അല്ലാതെ ഇതിന്റെ പിഗ്മെന്റും നല്ലതാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുമാണ്, നല്ല ഐലൈനർ, നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്, നല്ല ടിപ്പാണ്. ഇത് ബ്രഷാണ്, സോഫ്റ്റ് ടിപ്പായിട്ടുള്ള ബ്രഷ് ഉണ്ടല്ലോ സാധാരണ, പക്ഷെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല ഐലൈനറാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഐലൈനേഴ്സിന്റെ കളക്ഷൻ. ഇതില് ലാക്മെ അബ്സല്യൂട്ടിന്റെ ഐലൈനറും നല്ലതാണ്, എൻ്റെ കയ്യിൽ തീർന്നു പോയി, അത് കാരണം ഞാനത് ബോട്ടിൽ പോലും ഇല്ല, അത് കളഞ്ഞു പോയി, കുറെ കാലമായതാണ്. അപ്പോൾ ഇതില് എന്നോട് ഏറ്റവും ഫേവറേറ്റ് ചെയ്താണെന്ന് ചോദിക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഷുഗറിന്റെ ഐലൈനർ ആണ്. പക്ഷേ ഇങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷനിൽ നിൽക്കുന്നത് ഈ സ്റ്റേ കോർക്കിയുടെ ഐലൈനർ ആണ് കേട്ടോ. ഭയങ്കര സൂപ്പർബാണ്, കാരണം ഇത് അഫോർഡബിളും ആണ് ഭയങ്കര, അത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റേ കോർക്കിയുടെ ഐലൈനർ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾ ഐലൈനേഴ്സ് വാങ്ങിക്കുമ്പോൾ ഇത് വീഡിയോ കണ്ടിട്ടൊന്ന് നോക്കിക്കോ കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐലൈനേഴ്സ്, കൊള്ളാവുന്ന ഐലൈനേഴ്സ് എന്നൊക്കെ നോക്കിയിട്ട് മേടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അതിനു മുമ്പ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, എൽ എന്ന് എഴുതിയിരിക്കുന്നില്ല, ലാക്മെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലാക്മെ ഇൻസ്റ്റാ ലൈനർ. സെക്കൻഡ് വൺ കണ്ടോ സ്റ്റേ കോർക്കി, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കണ്ടോ. തേർഡ് വൺ എന്ന് പറയുന്നത് ഷുഗർ കണ്ടോ, അത് കണ്ടോ ഗ്ലോസി ആണ്, നല്ല പിഗ്മെന്റഡ് ആണ്, അടിപൊളിയാണ്. ഫോർത്ത് വൺ കണ്ടോ പാക്ക്, ഒട്ടും പിഗ്മെന്റഡ് അല്ല, ബ്ലാക്ക് അല്ല, എന്താ പറയുന്നത് ഒരു സുഖവും ഇല്ല അല്ലേ. നൈക്ക അത് അങ്ങനെ ഇരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് പ്രോഡക്റ്റ് തീരാറായിട്ടാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഐലൈനറാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ബ്രഷ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതാണ് അതിൻ്റെ ഒരു കുഴപ്പം നൈക്കയുടെ. പിന്നത്തത് ലാക്മെ 95 കണ്ടോ, അത്യാവശ്യം നല്ല ബ്ലാക്കും നല്ല വർക്ക് ചെയ്യാനൊക്കെ എളുപ്പം, അടിപൊളി ഐലൈനർ. പിന്നെ മേബിലിൻ കൊളോസൽ കാജൽ, അത് ലാക്മെ 95ൻ്റെ അത്രയും പിഗ്മെന്റഡ് അല്ല, പക്ഷേ നല്ല ഐലൈനറാണ്, നമുക്ക് നന്നായിട്ട് വരയ്ക്കാനും ഒക്കെ പറ്റിയ ഐലൈനറാണ്. ഓക്കെ, അപ്പം നമ്മൾ 2020 ടാറ്റാ ബൈ ബൈ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് bye bye from Queen's Nook. Be happy, keep smiling, stay healthy, take care. Bye bye.